ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 13-ാമത്തെ ശ്ലോകം. ജ്ഞേയം യത് തത് പ്രവക്ഷ്യാമി യത് ജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത് പരം ബ്രഹ്മ ന സത് തന്നാ സദുച്യതേ. ജ്ഞേയം യത് അറിയപ്പെടേണ്ടത് ഏതാണോ, യത് ജ്ഞാത്വ ഏതിനെ അറിഞ്ഞാൽ, അമൃതം അശ്നുതേ അമൃതത്വം പ്രാപിക്കാമോ, യത് പ്രവക്ഷ്യാമി അത് ഞാൻ പറഞ്ഞു തരാം, അനാദിമത് പരം ബ്രഹ്മ അനാദിയായ പരബ്രഹ്മമത്രേ അത്, തത് സത് ന അസത് ന അതിനെ സത്തെന്നോ അസത്തെന്നോ ഉച്യതേ പറയാൻ വയ്യ. അറിയപ്പെടേണ്ടത് ഏതാണോ, ഏതിനെ അറിഞ്ഞാൽ അമൃതത്വം പ്രാപിക്കാമോ അത് ഞാൻ പറഞ്ഞു തരാം, അനാദിയായ പരബ്രഹ്മമാണ് അത്, അതിനെ സത്തെന്നോ അസത്തെന്നോ പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ 5 ശ്ലോകങ്ങളിൽ ജ്ഞാനലബ്ധിക്ക് സഹായകങ്ങളായ സാധനകളെക്കുറിച്ച് വിവരിച്ചു. ഇനി ജ്ഞേയവസ്തുവായ പരമാത്മാവിൻ്റെ സ്വരൂപം എന്താണ് എന്നാണ് വിവരിക്കാൻ പോകുന്നത്. പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ബ്രഹ്മമാണ് അറിയപ്പെടേണ്ട സത്യം. അത് മറ്റൊന്നിൽ നിന്നും ജനിച്ചതല്ല. എന്താണ് സത്യം? പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ് സത്യം. സത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എവിടെ എത്തിയാൽ സത്യം കണ്ടെത്തും എന്ന വ്യക്തമായ ഒരു ധാരണ വേണം. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സകലതും ഉണ്ടായി മറയുന്ന കാഴ്ചകളായിട്ടാണ് അനുഭവപ്പെടുക. ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലമാണ് സത്യാന്വേഷണത്തിന് സകലരെയും പ്രേരിപ്പിക്കുന്നത്. എല്ലാം ഉണ്ടായി മറയുന്നുവെങ്കിൽ അവ ഏതിൽ നിന്നുണ്ടാകുന്നു, ഏതിൽ തിരിച്ചു മറയുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുകയാണ് സത്യസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ പരമകാരണമായ ഒരു സത്യം ഉണ്ടെന്ന് തന്നെ കരുതുക. ഉണ്ടെങ്കിൽ അതൊരിക്കലും മറ്റൊന്നിൽ നിന്നും ഉണ്ടായതാകാൻ പറ്റില്ല. വേറെ ഒരു വസ്തുവിൽ നിന്നുണ്ടായതാവാൻ പറ്റില്ല. മറ്റൊന്നിൽ നിന്നുണ്ടായതാണെന്ന് വന്നാൽ ആ മറ്റൊന്നാണ് പരമകാരണമെന്ന് വന്നു ചേരും. അപ്പോൾ മറ്റൊന്നിൽ നിന്നും ഉണ്ടായി കാണുന്ന യാതൊന്നും പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാകാൻ പറ്റില്ല. മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ലെങ്കിൽ അത് പരിണമിക്കുന്നതോ നശിക്കുന്നതോ ആകാനും സാധിക്കില്ല. പരിണമിക്കുകയോ നശിക്കുകയോ ചെയ്താൽ പ്രപഞ്ചത്തിനു പിന്നെ ഉണ്ടായി മറയാൻ കഴിയാതെ പോകും. സത്യത്തെക്കുറിച്ച് അറിവില്ലാത്ത ചിലർ പ്രപഞ്ചം ഒരു നിരന്തര പരിണാമമാണെന്ന് പറയാറുണ്ട്. ഈ പരിണാമ പ്രവാഹത്തിന് തുടക്കമില്ലേ? ഇല്ലെന്ന് പറഞ്ഞാൽ അത് എന്നേക്കുമായി കൂരിരുട്ടിലേക്കുള്ള പതനമാകും. സത്യാന്വേഷണത്തിലെ 4 പ്രാഥമിക തത്വങ്ങളാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവ വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയാത്തവർക്ക് സത്യാന്വേഷണമേ സാധ്യമല്ല. അവയിൽ ഒന്നാമത്തേത് ഇതാണ്: ഉണ്ടായി മറയുന്ന ഈ പ്രപഞ്ചപ്രവാഹം ഉണ്ടാകാത്തതും ഒരിക്കലും മറയാത്തതുമായ ഒരിടത്ത് നിന്ന് തുടങ്ങുന്നതും കുറെ കഴിഞ്ഞ് ആ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിയിട്ട് വീണ്ടും തുടങ്ങുന്നതുമാണ്. അതായത് ഉണ്ടാകാത്തതും നശിക്കാത്തതുമാണ് സത്യം. പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ് സത്യം എന്നതാണ് രണ്ടാമത്തെ തത്വം. ഈ പരമകാരണത്തിന് നമുക്ക് ബ്രഹ്മമെന്ന് പേരിടാം. ഇതാണ് മൂന്നാമത്തെ തത്വം. ബ്രഹ്മശബ്ദത്തിന് പ്രപഞ്ചരൂപത്തിൽ തടിച്ചു പെരുകി കാണുന്നത് എന്നാണ് അർത്ഥം. പരമകാരണം തൽക്കാലം വ്യക്തമായി കാണാനില്ലാത്തത് കൊണ്ട് അത് സൂക്ഷ്മമായിരിക്കണം. പക്ഷേ നമുക്കതിന് അന്വർത്ഥമായ ഒരു പേരിടണം. പേരിലാണ് പലരും ഭ്രമിച്ചു പോകുന്നത്. ബ്രഹ്മശബ്ദത്തെക്കുറിച്ച് അങ്ങനെ ഭ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. സ്ഥൂലമായ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ കാരണമെന്നേ ആ പദത്തിന് അർത്ഥമുള്ളൂ. കാരണത്തിൻ്റെ ഈ സൂക്ഷ്മസ്ഥിതി സത്യം കണ്ടവർക്ക് വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതാണ്. ഇനി 4ാമത്തെ തത്വമാണ് ആ പരമകാരണത്തെ ആപേക്ഷികമായ ഉണ്മയെന്നോ ഇല്ലായ്മയെന്നോ പറഞ്ഞുകൂടാ എന്നുള്ളത്. പ്രപഞ്ചത്തിൽ ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന എല്ലാ ഉണ്മകളും ഇല്ലായ്മകളും ആപേക്ഷികങ്ങളാണ്. ആപേക്ഷികങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയോട് ചേർന്നല്ലാതെ ഉണ്മയോ ഉണ്മയോട് ചേർന്നല്ലാതെ ഇല്ലായ്മയോ അനുഭവപ്പെടുന്നില്ല എന്ന് താല്പര്യം. അനുഭവപ്പെടുകയില്ല എന്ന് വേണം കരുതേണ്ടത്. വെള്ളമുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഉണ്മയും
തീ മുതലായവയുടെ ഇല്ലായ്മയും ഒരുമിച്ചിരിക്കുന്നു എന്നാണ് താല്പര്യം. അതുപോലെ ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഇല്ലായ്മയും ദേശത്തിൻ്റെ ഉണ്മയും ഒരുമിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ ഉണ്മകളും ഇല്ലായ്മകളോട് കൂടിച്ചേർന്നേ കാണപ്പെടൂ. പരമകാരണമായ സത്യം അതുകൊണ്ട് സാപേക്ഷമായ ഉണ്മയല്ല, ഇല്ലായ്മയുമല്ല, അത് നിരപേക്ഷമായ ഉണ്മയാണ്. ഇവിടെ ഇല്ലായ്മയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല, അത് പൂർണ്ണമായ ഉണ്മയാണ് എന്നർത്ഥം. അപ്പോൾ സത്യം ഉണ്ടാകാത്തതോ നശിക്കാത്തതോ ആണ്. അത് പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ്, അത് ബ്രഹ്മമാണ്, അത് ആപേക്ഷികമായ ഉണ്മയോ ഇല്ലായ്മയോ അല്ല. ഈ 4 അടിസ്ഥാന തത്വങ്ങളാണ് ഭഗവാൻ 12ാമത്തെ ശ്ലോകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സത്തും അസത്തുമല്ല പരമാത്മാവ് എന്ന് പറഞ്ഞതുകൊണ്ട് ശുദ്ധശൂന്യമാണ് എന്ന് വിചാരിക്കരുത്. അതിനുള്ള കാരണമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സർവതഃ പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം സർവതഃ ശ്രുതിമത് ലോകേ സർവമാവൃത്യ തിഷ്ഠതി. സർവതഃ പാണിപാദം, സർവത്ര കൈകാലുകളോടും, സർവതഃ അക്ഷി ശിരോമുഖം, സർവത്ര കണ്ണുകളും വായകളുമായി, സർവതഃ ശ്രുതിമത് തത്ത്, സർവത്ര ചെവികളോടും കൂടിയ ബ്രഹ്മം, ലോകേ സർവം ആവൃത്യ, ലോകത്തിൽ എല്ലാറ്റിനെയും വ്യാപിച്ച്, തിഷ്ഠതി സ്ഥിതി ചെയ്യുന്നു. സർവത്ര കൈകാലുകളോടും സർവത്ര കണ്ണുകളും വായ്കളുമായി സർവത്ര ചെവികളോടും കൂടിയ അത്, അതായത് ബ്രഹ്മം, ലോകത്തിൽ എല്ലാറ്റിനെയും വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു. പ്രപഞ്ചത്തിന് ഒരു പരമകാരണം കൂടിയേ കഴിയൂ എന്ന് വന്നുവല്ലോ. ആ കാരണത്തിൻ്റെ സ്വരൂപം എന്താണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ആ കാരണത്തിൻ്റെ സ്വഭാവമായ പ്രപഞ്ചവും അതിൻ്റെ സ്വരൂപവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാം. പരമകാരണത്തിൽ ഉദയം ചെയ്ത് അതിൽ തന്നെ വീണ്ടും മറയുന്നതാണല്ലോ അതിൻ്റെ സ്വഭാവമായ പ്രപഞ്ചം. അപ്പോൾ പൊന്തിക്കാണപ്പെടുന്നതിന് മുൻപ് പ്രപഞ്ചം എന്തായിരുന്നു? ആ പരമകാരണം തന്നെയായിരുന്നു. അതിൽ നിന്ന് പ്രപഞ്ച ഘടകങ്ങൾ ആവിർഭവിച്ചു എന്ന് പറഞ്ഞാൽ ആവിർഭവിച്ച പ്രപഞ്ച ഘടകങ്ങളെല്ലാം അതിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങളാണ്. സൂര്യചന്ദ്രാദി സൗരയൂഥ ഘടകങ്ങളും മനുഷ്യ പക്ഷി മൃഗാദി ജീവജാലങ്ങളും എല്ലാം ആ പരമകാരണത്തിൻ്റെ തന്നെ അഭിന്നാംശങ്ങളാണ്. ഈ ലോകത്ത് കാണപ്പെടുന്ന എല്ലാ കൈകളും കാലുകളും കണ്ണുകളും തലകളും മുഖങ്ങളും ചെവികളും എന്ന് പറഞ്ഞാൽ എല്ലാ ജീവദേഹങ്ങളും ആ പരമകാരണത്തിൻ്റെ വകയാണ്. അവയിലൊക്കെ വർത്തിച്ച് അവയെ പ്രവർത്തിപ്പിക്കുന്നത് ഈ ഈശ്വര ശക്തി തന്നെയാണ്. എന്തിനേറെ ആ ജഗദീശ്വരൻ എല്ലാ പ്രപഞ്ച രൂപങ്ങളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു. ഈ വിവരണം കൊണ്ട് നിർഗുണനായ ഭഗവാനെ ഭക്തനെ രക്ഷിക്കാൻ എങ്ങനെ കഴിയും എന്ന ചില ആളുകൾ, അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളുടെ സംശയത്തിന് ഒരു മറുപടി ആയി കഴിഞ്ഞു ഇത്. ഭഗവാൻ എല്ലായിടത്തും കണ്ണും കാതും കയ്യും കാലും ഉണ്ടെങ്കിൽ എവിടെ ഏത് ഭക്തനെ രക്ഷിക്കാനും അവയിലൂടെ ഓടിയെത്താൻ കഴിയും. ചുരുക്കത്തിൽ പരമകാരണത്തിൻ്റെ സ്വഭാവമായ പ്രപഞ്ചത്തിൽ സ്വരൂപം സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. സമുദ്രത്തിൻ്റെ സ്വഭാവമായ തിരയിലും കുമിളയിലും സ്വരൂപമായ ജലം സർവത്ര വ്യാപിച്ചിരിക്കുന്നത് പോലെയാണത്. വസ്തുസ്വഭാവമാണ് പ്രപഞ്ചം, വസ്തുസ്വരൂപമാണ് ബോധം. വസ്തുവിൽ ഉണ്ടായി മറയുന്നതാണ് സ്വഭാവം. ഉണ്ടാകാത്തതും മറയാത്തതുമായ വസ്തുസ്ഥിതിയാണ് സ്വരൂപം. നേരത്തെ ഇല്ലാതിരുന്നിട്ട് അല്പകാലത്തേക്ക് ഉണ്ടെന്ന് തോന്നിച്ച് പിന്നെ വീണ്ടും ഇല്ലാതാകുന്നതാണ് സ്വഭാവം. സ്വഭാവം കാണപ്പെടുന്നതിന് മുൻപും സ്വഭാവം മറഞ്ഞതിന് ശേഷവും മറ്റൊന്നുമില്ലാതെ നിത്യമായി തുടരുന്നതാണ് സ്വരൂപം. ബോധമെന്ന വസ്തുസ്വരൂപത്തിൽ ഉണ്ടായി മറയുന്ന വസ്തു സ്വഭാവമാണ് പ്രപഞ്ചം എന്നാണ് വേദാന്ത മതം. വേദാന്തം പറയുന്നത് അങ്ങനെയാണ്. വേദാന്തം അധ്യാരോപാപവാദങ്ങളിൽ കൂടെയാണ് വസ്തു സ്വഭാവത്തെയും സ്വരൂപത്തെയും വേർതിരിച്ചു കാട്ടുന്നത്. ഒരു നടനിൽ കഥാപാത്രത്തിൻ്റെ വേഷമെന്ന പോലെ വസ്തുസ്വരൂപത്തിൽ അല്പനേരത്തേക്ക് ആരോപിച്ചു കാണുന്നതാണ് സ്വഭാവം.
സ്വഭാവത്തെ ഇത് സ്വരൂപമല്ലെന്ന് പറഞ്ഞ് അപവദിച്ച് മാറ്റി നിർത്തി കാണേണ്ടതാണ് സ്വരൂപം. വേഷം മാറ്റിയിട്ട് നടനെ കാണും പോലെ സ്വഭാവത്തെ കാട്ടിയിട്ട് സ്വരൂപത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തു വിവരണമാണ് തടസ്ഥ ലക്ഷണം. ശുദ്ധമായ സ്വരൂപത്തെ വിവരിക്കുന്നതാണ് സ്വരൂപ ലക്ഷണം. 14 മുതൽ 16 വരെയുള്ള 3 ശ്ലോകങ്ങൾ വസ്തുവിൻ്റെ തടസ്ഥ ലക്ഷണങ്ങളാണ്. 17ാമത്തേത് വസ്തുവിൻ്റെ സ്വരൂപ ലക്ഷണവും. സ്വഭാവത്തിൻ്റെയും സ്വരൂപത്തിൻ്റെയും ഈ ഭേദം മനസ്സിലാക്കിക്കൊണ്ട് 14ാമത്തെ ശ്ലോകത്തിൻ്റെ താല്പര്യം നമുക്ക് വിശദമായി മനസ്സിലാക്കാം. സ്വഭാവസഹിതമായി വസ്തുവിനെ നോക്കുമ്പോൾ അത് എല്ലാ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഉള്ളതാണെന്ന് തോന്നും. പക്ഷേ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമെല്ലാം വസ്തുസ്വരൂപത്തിൽ തൽക്കാല സങ്കല്പത്തിലൂടെ ആരോപിച്ചു കാണുന്ന കാഴ്ചകൾ മാത്രമാണ്. സങ്കല്പം വെടിഞ്ഞ് ഈ കാഴ്ചകളുടെ അനുഭവം അകറ്റി നോക്കിയാൽ വസ്തുസ്വരൂപം തെളിയും. ആ സ്വരൂപമാകട്ടെ ഇന്ദ്രിയങ്ങളുടെയോ വിഷയങ്ങളുടെയോ നിഴൽ പോലുമില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് വസ്തു തൽക്കാലം സർവേന്ദ്രിയ ഗുണാഭാസമാണെങ്കിലും സർവേന്ദ്രിയ വിവർജിതമാണ്. ഒരു നടൻ വേഷം കെട്ടുന്ന പോലെ എന്ന് പറഞ്ഞല്ലോ, ക്യാരക്ടർ ചെയ്യുന്നത് പോലെ. ആ നടൻ്റെ യഥാർത്ഥ ക്യാരക്ടർ അതല്ല. ആ ക്യാരക്ടർ, ആ വേഷം ആ നടനിൽ അധ്യാരോപിതമാണ്. അത് അപവദിച്ചു മാറ്റിയാൽ യഥാർത്ഥ നടനെ കാണാൻ കഴിയും, യഥാർത്ഥ വ്യക്തിയെ കാണാൻ കഴിയും. അതുപോലെ അധ്യാരോപിതങ്ങളായ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും ഇവ വസ്തുവല്ലെന്ന് പറഞ്ഞ് അപവദിച്ച് മാറ്റാമെങ്കിൽ യഥാർത്ഥ വസ്തുവായ ശുദ്ധബോധം പൂർണ്ണമായി തെളിയുമെന്ന് ഭാവം. ഈ രീതിയിൽ തുടർന്നുള്ള ഭാഗങ്ങൾക്കും അർത്ഥം ഗ്രഹിക്കേണ്ടതാണ്. അധ്യാരോപദശയിൽ എല്ലാ പ്രപഞ്ച ഘടകങ്ങളോടും ചേർന്നിരിക്കുന്നതാണ് വസ്തു എന്ന് തോന്നും. അതായത് വസ്തു സർവഭൃത്താണ്. അപവാദദശയിൽ വസ്തുവിനെ ഒന്നിനോടും ചേർച്ചയില്ല എന്ന് തെളിയും. അതായത് അത് അസക്തമാണ്. അധ്യാരോപദശയിൽ വസ്തു സത്വരജസ് തമോ ഗുണങ്ങളുടെയെല്ലാം ഭോക്താവാണെന്ന് തോന്നും. അപവാദദശയിൽ അത് നിർഗുണമാണെന്ന് തെളിയും. ഈ ഘട്ടത്തിൽ അധ്യാരോപ ക്രമം മനസ്സിലാക്കാനായി 8ാം അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാഷ്യത്തിൽ സ്വഭാവോധ്യാത്മമുച്യതേ എന്ന ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്.